Okay, good morning all of you. Okay, all of you mark the attendance. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? പ എന്ന ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ട് അല്ലേ? എഴുതാൻ പഠിച്ചു എല്ലാവരും? ഈസിയാണ് അല്ലേ? റാ എഴുതി ഒരു നീട്ടി വലിച്ചു മുകളിലേക്ക് ഇട്ടു അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പ പ പശു അല്ലേ? അതല്ലേ നമ്മൾ ലാസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നത്? ഓക്കെ, all of you listen. പ എങ്ങനെയാ പ എഴുതുക? റാ എഴുതി നീട്ടി ഒരു വര വരച്ചു മുകളിലോട്ട് എഴുതി അല്ലേ? പ. ഓക്കെ, പ നല്ല വൃത്തി വളച്ച് എഴുതണം കേട്ടോ. റാ എഴുതി നീട്ടി വളച്ചു ഇവിടെ എഴുതും പ. ഓക്കെ, അപ്പൊ ഇത് എഴുതാൻ പഠിക്കണ എല്ലാ മക്കളും എഴുതിയിട്ടൊന്ന് കാണിച്ച് മിസ്സിനെ നോക്കട്ടെ. ഇന്നലെ എഴുതി തിരക്കിട്ട് നമ്മൾ കഴിഞ്ഞു പോയി സമയം അല്ലേ? ഓക്കെ, എല്ലാവരും എഴുതി നോക്കട്ടെ. അപ്പൊ കഴിഞ്ഞ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. ഇവിടെ എഴുതല്ലേ മക്കള്? റാ മറക്കരുത്. നെക്സ്റ്റ് രാ ഇവിടെ എഴുതരുത്. റിസ്വാനല്ലേ എഴുതുന്നത്? മുഹമ്മദ് റിസ്വാനാന്ന് തോന്നുന്നു. വായിച്ചു കഴിഞ്ഞേ മക്കളെ? രാ, നെക്സ്റ്റ് താ, നെക്സ്റ്റ് നാ, അടുത്ത എന്താ? സ. ഇവിടെ എഴുതല്ല മക്കളെ, നിങ്ങളുടെ സ്ലേറ്റിൽ എഴുതിയേ സ. ഓക്കെ, നെക്സ്റ്റ് വേണാണ് പ. ഓക്കെ, വെരി ഗുഡ്. ആഫിയ സൂപ്പറായി എഴുതിയിട്ടുണ്ട്. ഋഷിദേവേ വൃത്തി എഴുതിയേ. ആ റാ എഴുതുക, നീട്ടി ഒരു വര വരക്കുക മുകളിലോട്ട്. മുകളിലോട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പഠിച്ചു അല്ലേ? അപ്പൊ ഇത്രയും അക്ഷരങ്ങൾ ആരും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് പറ, നെക്സ്റ്റ് ആദ്യത്തെ പറയുടെ ചിത്രമാണ് അല്ലെ അക്ഷരദീപത്തില്. നെക്സ്റ്റ് വൺ എന്താ ഉണ്ടായത്? രാജാവ്. രാജാവിന്റെ പിക്ചർ ഉണ്ടല്ലേ ഇവിടെ? അക്ഷരദീപം മറിച്ചു നോക്കാൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോ പശു എന്നായിരിക്കും അല്ലേ? ഓക്കെ, ഇത്രയും എഴുതിയോ മക്കളെ എല്ലാവരും? വെരി ഗുഡ്. എല്ലാ മക്കളും എഴുതുന്നുണ്ട്. റിഷാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ മുഹമ്മദ് സയാൻ എഴുതി, മുഹമ്മദ് റിസ്വാൻ എഴുതി, ജാനകി മനു എഴുതി. ഇവിടെ ആരാ? ഹനിയ ഫാത്തിമ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇഷിത, വീഡിയോ ഓൺ ചെയ്ത് ഇഷിത. ഗായത്രി അനീഷ് എഴുതിയിട്ടുണ്ട്, സൂപ്പറായി എഴുതിയിട്ടുണ്ട്. സായക്സ് അനീഷ് എന്തായി മോനെ, എഴുതിയോ? മുഹമ്മദ് മർവാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരാ? ഋഷിദേവ്, മാനവ് ഷൈജു, റിഷാൻ, മുഹമ്മദ് സയാൻ, ആയിഷ താഫിയ, ജാനകി മനു, നിഹാൽ എഴുതിയോ? മുഹമ്മദ് മർവാൻ. ഓക്കെ, ആദിദേവേ വീഡിയോ ഓൺ ചെയ്തേ മോനെ. ഓക്കെ, അപ്പൊ ഇത്രയും കുട്ടികൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തെന്താ നമുക്ക് എഴുതേണ്ടത്? പിന്നെ അത് മതി അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് ടെക്സ്റ്റിലേക്ക് എടുക്കാം അല്ലേ? ഓക്കെ, all of you take your ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ LKG ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എഴുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഉറുമ്പ്, ഉറി, ഉരൽ, ഉളി, ഉറ, ഉമി. ഓക്കെ, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ? തൊട്ട് വായിച്ച് മിസ് വായിക്കുമ്പോ തൊടണേ. ഉറുമ്പ്, നെക്സ്റ്റ് ഉറി, ഇതണ്ട ഉറി. അടുത്തത് ഉരൽ, ഉളി, കോളത്തിലുള്ളതാ വായിക്കുന്നത് കേട്ടോ. ഉളി, നെക്സ്റ്റ് ഉറ, അടുത്തത് ഉമി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ അത്? നെക്സ്റ്റ് പേജ് എന്താണ് നോക്കാം നമുക്ക്. അടുത്ത പേജ് എടുത്തേ എല്ലാ മക്കളും. അതായത് പേജ് നമ്പർ 40 അല്ലെ? എന്താ പിക്ചറിലുള്ളത്? ഊഞ്ഞാൽ. എന്താണ്? ഊഞ്ഞാൽ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഊഞ്ഞാൽ ആടിയവരുണ്ടോ? എത്ര പേരുണ്ടെന്ന് കൈ കാണിച്ചേ മിസ്സിനെ. എല്ലാവരും ആടിയിട്ടുണ്ടാവുമല്ലോ. ആദിദേവ് ആടിയിട്ടില്ലേ ഊഞ്ഞാലില്? വെരി ഗുഡ്. ഇഷിത ആടിയിട്ടില്ല?
അപ്പൊ എല്ലാവരും ഊഞ്ഞാല് കെട്ടി ആടിയിട്ടുണ്ടാവും. കുഞ്ഞുവാവിയിലേറെ എല്ലാവരും ആടിയിട്ടുണ്ടാവും അല്ലേ? ഇത് വേറെ മരത്തിനൊക്കെ കെട്ടുന്ന ഊഞ്ഞാല് കണ്ടിട്ടുണ്ടെങ്ക? ആ, അതിപ്പോ ഉണ്ടാവില്ല അല്ലെ? വീടുകളിൽ തന്നെ ഉണ്ടാവും ഊഞ്ഞാല്. ഓക്കെ, അപ്പൊ ഊഞ്ഞാൽ അതാണ് അവിടെ ഇല്ല, ഊഞ്ഞാൽ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് പിക്ചറിൽ നോക്കിയേ? എന്താ അവിടെ ഉള്ളത്? ആദ്യത്തത് ഊഞ്ഞാല്. നെക്സ്റ്റ് എന്താ ഉള്ളത്? ഗായത്രി, എന്താ ഉള്ളത് അവിടെ? ഓക്കെ, ഇലയിലെല്ലാം നിറച്ചും വിളമ്പിയിട്ടുണ്ടല്ലേ. ഊണ്. എന്താ പറയുക? ഊണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താ ഋഷിദേവ? എന്താ വായിക്കുക? എന്താ അവിടെ ഇല്ലത്? ഒരാൾ ഇങ്ങനെ ഊതുന്നുണ്ട്. എന്താ വായിക്കുക അത്? എന്താ വായിക്കുക? ഋഷിദേവി ഇരുന്ന എവിടെ? ഊത്ത്. ഊഞ്ഞാൽ. ഫസ്റ്റ് വൺ എന്താണ്? ഊഞ്ഞാൽ. ഊഞ്ഞാൽ. നെക്സ്റ്റ് ഊണ്. ഊത്ത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഊഞ്ഞാൽ ഒന്നാമത്തെ ഏതാ? കൈ തൊട്ട് എവിടെ? ഊഞ്ഞാൽ. നെക്സ്റ്റ് ഊണ്. നെക്സ്റ്റ് ഊത്ത്. അടുത്ത കോളത്തിൽ എന്തെല്ലാം നോക്കിയേ? ഊമ, ഊമ, ഊര്, ഊന്നുവടി. എന്താ ഈ ഊന്നുവടി? ഊന്നുവടി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇങ്ങനെ കോലി ഇങ്ങനെ കുത്തി നടക്കാറുണ്ടല്ലേ ചിലവര്. ആ, ഇതെന്താ ജയാന്റെ കയ്യിൽ കൂടുതലും? ജയനെ സ്ലേറ്റ് പെൻസിലായിരുന്നോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് നമ്മളിപ്പോ? ഊഞ്ഞാൽ. പറയുന്നുണ്ടോ മിസ്സിന്റെ കൂടെ? ഊഞ്ഞാൽ. 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 ഓക്കെ, നെക്സ്റ്റ് ഊണ്. പറഞ്ഞേ, ഊണ്. സായക്ക് പറയുന്നുണ്ടോ? സായക്ക് ഊണ്. ഇല്ലല്ലോ, വായി തുറക്കുന്നുണ്ടോ അവിടെ? അവൻ ഉണ്ടോ? സായക്ക് ഊണ്. നെക്സ്റ്റ് ഊന്ന്, ഊത്ത്. അടുത്തത് ഊമ. അടുത്തത് ഊര്. അടുത്തത് ഊന്നുവടി. ഊന്നുവടി. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ഗായത്രിയിൽ ഉറക്കെ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ? ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ അക്ഷരങ്ങളൊന്നും ഓർമ്മിക്കണ്ടേ നമുക്ക്? ഇവിടെ ഇതാ ഇങ്ങോട്ട് നോക്കിയേ എല്ലാവരും. എന്താ ജാനകി ഇത്? ഒരാളോട് ചോദിച്ചോക്കട്ടെ, ഇത് ഏതക്ഷര ജാനകി? ആ, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ ആരാ നോക്കട്ടെ? അടുത്ത ആളോട് ചോദിക്കട്ടെ. ആഫിയ, ഇത് ഏതക്ഷര? ആ അല്ലേ? ആനന്നൊക്കെ എഴുതുന്നേ. ആ. നെക്സ്റ്റ് വൺ മാനവ് ഷൈജു, ഇതേതാ? ഇതേതക്ഷര? ഈ ഉണ്ടോ? ഈ അല്ലേ? ഈ. ഇലാന്ന് എഴുതുന്ന ഈ. നെക്സ്റ്റ് ഇതേതാ നിഹാര? ഇതേതാക്ഷരം? ഈച്ചാന്ന് എഴുതുന്ന ഈ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഈ അല്ലേ? ഏതാ നിഹാല ഇത്? ഇതേതാക്ഷരം? ഊ അല്ലേ? ഓക്കെ, ഉറുമ്പ് എന്നൊക്കെ എഴുതിയതല്ലേ നമ്മള്. നെക്സ്റ്റ് ഏതാ ഫാത്തിമ? ഫാത്തിമ ഇതേതാ? അല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചത് ഊഞ്ഞാൽ അല്ലേ? ഊഞ്ഞാൽ എഴുതുന്ന
അക്ഷരമാണ് ഇത്. തുടങ്ങുക അല്ലെ? ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി. ഇത്രയും വേർഡ്സിൽ ഈ അക്ഷരത്തിലാണ് തുടങ്ങുന്നത് അല്ലെ? ഊ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? കണ്ടോ, ഇതാർക്കെങ്കിലും അറിയോ നോക്കട്ടെ. ഇത് ഏതാണ് മർവാനെ? ഇത് ഏതക്ഷരം അറിയോ? ആർക്കൊക്കെ അറിയാം ഈ അക്ഷരം? ഓക്കെ, ഇവിടെ ആഫിയക്ക് അറിയാം, സയാൻ അറിയാം, റിജിദേവിന് അറിയോ? ഇത് ഏതക്ഷര? ഗായത്രിക്ക് അറിയാ. റിസ്വാൻ അറിയോ? റിസ്വാൻ എന്നാ ഇത് പറഞ്ഞ റിസ്വാൻ. അല്ലേ? അല്ലേ? ഇതെന്നാ വണ്ടി ഓടിക്കാണോ? ഓക്കെ, ഇറിയാണല്ലേ? മനസ്സിലായില്ല. നേരത്തെ എന്തേ മോനെ വിളിക്കാൻ നീന്നാ? ഇതല്ലേ വിളിച്ചില്ലേ ഇപ്പൊ? ഓക്കെ, ഇറ് അല്ലേ? ഇറ്. ഇനി അടുത്ത് നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത്. ഇറ് എന്ന അക്ഷരാണ് പറയാൻ പഠിക്കാൻ അല്ലെ? ഇതിൽ തുടങ്ങുന്ന കുറച്ച് പദങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത് അല്ലെ? ഇറ് എന്താണെന്ന് നോക്കാം അല്ലെ നമുക്ക്? ഇറ് ഏതാ? ദേരാ ഋഷി അല്ലേ? ഋഷി, ഋഷി കണ്ടോ? ഓക്കെ, ആരാ? ഋഷി. ഇറ്, ഋഷി. നെക്സ്റ്റ് ഋതു. അടുത്ത കണ്ടോ കോളത്തില്? ഋണം, ഋഷഭം. ഓക്കെ, അപ്പൊ ആ കണ്ടോ? താഴെ കണ്ടോ റെഡിങ്ങില്? ആ ഇ ഉ ഇർ. ഇത്രയും അക്ഷരങ്ങൾ നമ്മള് പഠിച്ചു അല്ലെ? മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾ താളത്തിൽ ചൊല്ലി പരിശീലിക്കുക എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇറിൽ വെച്ച് നമ്മൾ ഏതൊക്കെയാ തുടങ്ങി പഠിച്ചതിന്ന്? ഋഷി, ഇറ് ഋതു, ഇറ് ഋണം, ഇറ് ഋഷഭം. ഓക്കെ ഓക്കെ. അപ്പൊ ഊ എന്നുള്ളത് ഒന്ന് വായിച്ചേ സായക്കെ. ഊഞ്ഞാൽ, അതൊന്ന് വായിച്ചേ സായക് സിനീഷേ. വായിച്ചു. ഊഞ്ഞാൽ. തൊട്ട് വായിച്ചേ, കൈ തൊട്ടിട്ട്. ഇതാ അമ്മ തൊട്ട് തരുന്നുണ്ടോ? വായിക്കും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹനിയ ഫാത്തിമ, അടുത്തത് വായിച്ചേ. എന്തൊക്കെയുള്ളത്? ഋഷി. ഋഷി പറഞ്ഞ സന്യാസിയാണല്ലേ? ഋതു. അടുത്തത് ഋണം. അടുത്തതോ? അടുത്തത് ഋഷഭം. അതിന് താഴെയോ എന്താ ഉള്ളത്? താഴെ ഓക്കെ. അപ്പൊ അത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പോ ഊണ്. ഊണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഊണ് ഇലകളിൽ ഇങ്ങനെ കുറെ കറിയൊക്കെ വെച്ചിട്ടുള്ള ഊണ് കഴിച്ചിട്ടുണ്ടല്ലേ? എന്തൊക്കെ കറിയാ ഉണ്ടാവുക? അതിലിപ്പോ കുറേ ഉണ്ടല്ലേ? എന്തൊക്കെ കറിയാ കൂട്ടിയിട്ടുള്ള നിങ്ങള്? ഊണ് പറഞ്ഞ എന്താ? കുറെ കറിയൊക്കെ ഉണ്ടല്ലേ? രണ്ടോ നിങ്ങള് പിക്ചറില് ഒരുപാട് കറി ഉണ്ട് ഉണ്ടോ? ഏതൊക്കെ കറികളാ ഉള്ളത്? ഇപ്പൊ ചോറുണ്ണാനായി അല്ലേ? നമുക്ക് ഇപ്പൊ ആവുമല്ലേ? ലഞ്ചിന്റെ ടൈമൊക്കെ ആവും ഇപ്പൊ. ഏതൊക്കെ കറികളാ ഇതിലില്ല നോക്കി നിങ്ങള്? ഏതെങ്കിലും ഒരു കറിയുടെ പേര് പറഞ്ഞേ. ആർക്കറിയാം കറി? ഏതൊക്കെ കറി അറിയാം? ഏതാ ഇഷിത? ഇഷിതക്ക് ഏത് കറി അറിയാം? ഏതെങ്കിലും ഒരു കറി മോള്. സാമ്പാർ.
ഓക്കെ, അടുത്ത മർവാൻ എന്താ പറയുന്നത്? പറഞ്ഞോ. സാമ്പാറേ ഉള്ളൂ, വേറെ ഏത് കറിയാ ഉള്ളത്? ആദിദേവ് ഏത് കറിയാ പറയുന്നത്? ആദിദേവിന് ആ ഓക്കെ, വെരി ഗുഡ്. ആദിദേവിന് ഏത് കറി? പറഞ്ഞോ, ഏത് കറിയാ ആദിദേവിന് ഇഷ്ടം? ആ എന്തൊക്കെയുണ്ട് അതില്? ആ പറഞ്ഞോ. സാമ്പാർ, ആ പപ്പടം ഉണ്ടോ? അവിയല്, പച്ചടി, ആ പിന്നെ പപ്പടം, ആ അച്ചാറ്. ഓക്കെ, വെരി ഗുഡ്. ആദിദേവിന് എല്ലാ കറികളുടെ പേരും അറിയാം അല്ലേ? വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയുന്നേ? ആ ഇവിടെ ആഫിയ കൈപൊക്കുന്നുണ്ട്, പറഞ്ഞോ. എന്തൊക്കെയില്ല ആഫിയ അവിടെ? പുളിശ്ശേരി ഉണ്ട്, രസമുണ്ട്, പിന്നെ പഴം, പപ്പടം, പായസം, ആ ഓക്കെ, കൊറേ കറി അറിയാലേ? ആ സയാനി പറയണോ? പറഞ്ഞോ സയാൻ. സയാന് ആ പറഞ്ഞോ. സാമ്പാർ, പപ്പടം, ആ പിന്നെ ഏത് അറിയാനുള്ളത്? സാമ്പാറ്, പപ്പടം, പഴം, പുളിയിഞ്ചി, തൈര്, അച്ചാറ് അല്ലേ? പച്ചടി, കിച്ചടി, ഉപ്പേരി അല്ലേ? ചോറ്. ഓക്കെ, എല്ലാം ഉണ്ട് അല്ലേ അതില്? ആ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഉള്ളത് അവിടെ അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? പ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചു. നെക്സ്റ്റ് ഊ എന്ന അക്ഷരം തുടങ്ങുന്ന കുറച്ച് പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി. നെക്സ്റ്റ് ഋഷഭ് അല്ല ഋഷി. നെക്സ്റ്റ് എന്താ നമ്മൾ പഠിച്ചേ? ഋതു, ഋണം, ഋഷഭം. ആ ഇ ഈ ഉ ഊ ഇർ. ആ ഇ ഈ ഉ ഊ ഇർ. പറഞ്ഞു പഠിക്കണേ മക്കളെല്ലാവരും. ആ ഇ ഈ ഉ ഊ ഇർ. അപ്പൊ ആയില് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ അമ്പിളി, ആ അമ്മ, ആ അച്ഛൻ, ആ അറ, ആ അല. നെക്സ്റ്റ് ആ ആന, ആ ആമ, ആ ആട്, ആ ആണി, ആ ആഹ. നെക്സ്റ്റ് ഈ ഇല, ഈ ഇമ, ഈ ഇഞ്ചി, ഈ ഇറ, ഈ ഇര. നെക്സ്റ്റ് പേജിൽ എന്ത്? ഈ ഈച്ച, ഈ ഈറ്റ, ഈ ഈത്തപ്പഴം. ഈച്ച തിന്നാൽ പൂച്ചയ്ക്ക് നിറയുമോ? നെക്സ്റ്റ് പേജ് എന്ത്? ഉറുമ്പ്, ഉറി, ഉരൽ. പിന്നെയോ അതിന്റെ അടിയിൽ എന്താ വായിച്ച നമ്മള്? ഉളി, ഉറ, ഉമി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. നെക്സ്റ്റ് പേജ് ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി. നെക്സ്റ്റ് ഋഷി, ഋതു, ഋണം, ഋഷഭം. ഓക്കെ, ആ ഇ ഈ ഉ ഊ ഇർ. ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ? ആ ഇ ഈ ഉ ഊ ഇർ അല്ലേ? അപ്പൊ മിസ് പിക്ചറും കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി. നെക്സ്റ്റ് ഇതുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏത് പഠിച്ചു?
ആ ആ അത് കഴിഞ്ഞ് ഇ. ഓക്കെ, ഇ. ഇ എല്ലാവരും കാണുന്നുണ്ടോ? നെക്സ്റ്റ് പേജിൽ നെക്സ്റ്റ് എന്താ നമ്മൾ അക്ഷരം പഠിച്ചത്? ഈ. ഓക്കെ, ഈ. അടുത്തത് ഉ അല്ലേ? ഉ, ഉറുമ്പ്. ഓക്കെ, ഉ മിസ്സിന്റെ കയ്യിൽ കാണുന്നില്ലല്ലോ ഇപ്പോ. ആ അവിടെ ഉണ്ട്. ഓക്കെ, ഉ കണ്ടോ? ഊ. അടുത്തേതാ? ഊ. ഓക്കെ, ലാസ്റ്റ് നമ്മളിപ്പോ പഠിച്ചത് ഇറ്. കണ്ടോ? ഇറ്. ഋ, ഋഷി, ഋതു, ഋണം, ഋഷഭം. അങ്ങനെ ആ ആ ഇ ഈ ഉ ഊ ഇർ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല താളത്തിൽ ചൊല്ലിട്ട് ഇത് പഠിക്കണം കേട്ടോ. ആ ആ ഇ ഈ ഉ ഊ ഇർ. ഓക്കെ, ഇറ് കണ്ടില്ലേ? ഉണ്ടോ? കുറച്ച് വിഷമം ഉണ്ടല്ലേ? നമുക്ക് എഴുതാൻ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഇപ്പൊ എഴുതാൻ പഠിക്കണ്ട കേട്ടോ, നമുക്ക് ലാസ്റ്റ് ആവുമ്പോഴേക്കേ പഠിക്കണ്ട. ഓക്കെ മക്കളെ, അപ്പൊ ഋഷി, ഋഷീനെ അറിയോ നിങ്ങൾക്ക്? സന്യാസിനെ അതാണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന ആളിതാ സന്യാസി. ഋഷി, സേജ് എന്ന് പറയും അല്ലേ ഇംഗ്ലീഷില്? ഓക്കെ, ഋഷി. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഊ ഇർ രണ്ടെണ്ണം പഠിച്ചത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ മക്കളെ? നല്ലതുപോലെ വായിക്കണം കേട്ടോ. വായിച്ച് 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 പഠിക്കണം. ടെക്സ്റ്റ് എടുത്ത് ഫസ്റ്റ് മുതൽ വായിക്കണം കേട്ടോ. എപ്പോ വായിക്കുമ്പോ ഇന്ന് പഠിച്ച മാത്രല്ല എല്ലാം വായിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് ഇനി ആരാ വായിക്കുന്നേ? ഊ എന്ന പേജ് വായിച്ചേ. ആരാ ഇനി വായിക്കണ്ടേ? ഇന്ന് ആഫിയ വായിച്ചോ. ഊ. ആ. എല്ലാരും തൊട്ട് നോക്കണേ എത്താ വായിക്കുന്നെന്ന്. ആ, തൊട്ട് തൊട്ട്. ആ ആ ഊന്നുവടി. ആ, ഓക്കെ. നെക്സ്റ്റ് പേജ് ആരാ വായിക്കുന്നത്? റിഷാൻ വായിച്ചോ. റിഷാൻ എന്നുള്ള പേജ് വായിക്കും. ഋഷി, റിഷാൻ അൺമ്യൂട്ട് ചെയ്തേ പ്ലീസ്. അൺമ്യൂട്ട്. ഋഷി, ഋതു, ആ ഋണം, ഋഷഭം, ഇ ഈ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ വായിച്ചേ. ഊ. ടീച്ചർ പറയുന്ന ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, അത് കഴിഞ്ഞ് ഊന്നുവടി. ഊമ, ഊര്, ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഊന്നുവടി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹർഷാൽ വായിച്ചേ. ഹർഷാലേ. ഓക്കെ ആഫിയ, സൂപ്പർ. ഋഷി, ഋതു, ആ നെക്സ്റ്റ് ഋഷഭം. ആ ആ ഇ ഈ ഉ ഊ ഇർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് സയാൻ. ഊഞ്ഞാൽ, ഊണ്, വായിച്ചോ. ഊമ, ആ
ഊര് ആ ഊന്നുവടി ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ആരാ വായിക്കുന്നേ മർവാൻ മർവാൻ വായിച്ചോ ഇറ് ഋഷി ഇറ് ഋതു ഋതു ഇറ് ഋണം ഋണം ഋഷഭം ഋഷഭം ആ ആ ഇ ഈ ഉ ഊ ഇറ് ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ജാനകി മനു ഊ ഊ വായിച്ചോ ഇല്ല ഇല്ലേ ജാനകി വേഗം വായിക്കൂ ഊഞ്ഞാൽ ഊഞ്ഞാൽ ഞാൻ ഊഞ്ഞാൽ ആ, ഊണ് ഉം, ഊത്ത് ഊത്ത് ഊമ ഊമ ഉം, ഊര് ഒറ്റ ഊര് ഊര് ഒറ്റ ഊന്നുവടി ഊന്നുവടി ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് അടുത്താരാ ഗായത്രി അനീഷ് വായിച്ചോ ഇറ് ഇറ് ആ. ഊഞ്ഞാൽ ഇറ് ഋഷി ഇറ് ഋഷി ആ ഇറ് ഋതു ഋതു ഋണം ഋഷഭം ഋഷഭം ആ ആ അ ആ ഇ ഇ ഈ ഉ ഊ ഊ ഇറ് ഇറ് ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ആദിദേവ് വായിച്ചേ ആ ഊഞ്ഞാൽ ഊണ് ആ ഊത്ത് ഊമ ഊര് ആ ഊണ് ഊരു ഊമ എറു ഋതു ഋണം എറു ഋഷഭം ഓക്കെ വെരി ഗുഡ് ആ ആ ഈ ആ എറു ഓക്കെ വെരി ഗുഡ് ഓക്കെ നെക്സ്റ്റ് ആരാ വായിക്കാത്തതിനുള്ളത് ഹാനിയ ഫാത്തിമ ഊഞ്ഞാൽ വായിച്ചോ ഊഞ്ഞാൽ ഊണ് ഊത്ത് ഊത്ത് അടുത്ത ഊമ ആ ഊര് ഊര് ഊന്നുവടി ഊന്നുവടി ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് മാനവ് ഷൈജു അടുത്ത പേജ് വായിച്ചു മോനെ ഋഷി ഋഷി ആ ഋതു ഋതു ഋണം ഋണം ഋഷഭം ഋഷഭം ആ ആ ആ ഇ ഈ ഉ ഉ ഊ ഊ ഇറ് ഓക്കെ പിന്നെയോ ആ ആ അത് പഠിച്ചു അല്ലേ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ഓക്കെ ഋഷിദേവ് വായിച്ചോ ആ ഊത്ത് ഊമ ഊര് ഊന്നുവടി ഓക്കെ വെരി ഗുഡ് ഋഷി ആ ഋതു ഋഷഭം ഋഷഭം
ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ഇഷിത ഇഷിത വായിച്ച ഊഞ്ഞാൽ ഊഞ്ഞാൽ ഊട്ടി ഊമ ഊറുവടി ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് നിഹാൽ വായിച്ചേ നിഹാൽ ഋഷി ഋഷി ശില്പം ഋഷി ഋതു ഋതു ഋണം ഋഷഭം ആ ആ ഓക്കെ ആ നിഹാരയോ നിഹാര വായിച്ചേ നിഹാര കുട്ടി ഊഞ്ഞാൽ നിഹാരയാണ് ഇപ്പം വായിച്ചത് നിഹാലല്ലേ നിഹാര എവിടെയാ നിഹാര ആ വായിച്ചോ ഊഞ്ഞാൽ ഊന്നടി ഊണൽ ഉമ്മ ഊത്ത് ഊന്നുവടി ഓക്കെ വെരി ഗുഡ് ഓക്കെ നെക്സ്റ്റ് ഇനി ആരാ വായിക്കാനുള്ളത് എല്ലാരും വായിച്ചോ ഓക്കെ എല്ലാരും വായിച്ചു അല്ലേ ഓക്കെ അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക നല്ലതുപോലെ വായിക്കണതേ വായിച്ചോണ്ടിരിക്കണേ ഓക്കെ അപ്പൊ വായിക്കാൻ കിട്ടും കേട്ടോ കൈ വെച്ച് ഇങ്ങനെ വായിക്കണം ഓരോന്നും അക്ഷരങ്ങളും അതുപോലെ മനസ്സിൽ ഓർമ്മയുണ്ടാവണേ ഓക്കെ അതുപോലെ പ എന്ന അക്ഷരം എഴുതി പഠിക്കണം കേട്ടോ ഇന്ന് അത്രേ വേണ്ടു അല്ലേ നമുക്ക് ഓക്കെ നമ്മുടെ സമയം കഴിയാറായി മക്കളെ എല്ലാവർക്കും വിശന്നോ ഇല്ല അല്ലേ വൈകുന്നേരമില്ലേ ഉള്ളൂ ഓക്കെ ബൈ ബൈ സി യു ഇനി നെക്സ്റ്റ് ആഴ്ച കാണുവേ അടുത്ത ആഴ്ച കാണൂ ബൈ സി യു ബൈ ഓക്കെ ബൈ